അതുകൊണ്ട് നാം എന്ത് ചെയ്യണം? സംരംഭങ്ങൾ ആരംഭിക്കണം. നമ്മുടെ നാട്ടിൽ ആശയങ്ങളുമായിട്ട് വരുന്ന ആളുകൾക്ക് അത് ഫീസിബിൾ ആയിട്ട് നിർത്താൻ കഴിയുന്നവർ അവരുടെ വീട്ടിലായിരുന്നു. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ചെയ്യാൻ പറ്റുമോ? ഇവിടുന്ന് ലോൺ കിട്ടും, എങ്ങനെ ചെയ്യണം, ഉപകരണങ്ങൾ എവിടെ കിട്ടും, അവൻ ആശയം മാത്രമേ ഉള്ളൂ. അവനെ സഹായിക്കുവാനുള്ള സംവിധാനക്രമങ്ങൾ എവിടെ ഉണ്ടാവണം? ആണ് നമ്മളുടെ ഭരണം എങ്ങനെയാണ് പോകുന്നത് എന്നുള്ളതിൻ്റെ നേർരേഖ. അതായിരിക്കും അവിടെ എന്ത് നടക്കുന്നോ അതിനനുസരിച്ചായിരിക്കും നമ്മുടെ പഞ്ചായത്തിൻ്റെ പ്രവർത്തനം മുമ്പോട്ട് പോകുന്നത്. പക്ഷമുണ്ടോ കമ്മിറ്റിക്കകത്ത്? പ്രതിപക്ഷം ഇല്ല, ഭരണപക്ഷം ഇല്ല. അതുകൊണ്ടാണ് കമ്മിറ്റി എന്ന് പറയുന്നത്. അല്ലെങ്കിൽ നിയമസഭ, ലോക്സഭ, പഞ്ചായത്ത് സഭ എന്ന് പറഞ്ഞാൽ മതിയായിരുന്നു. ഇവിടെ എങ്ങനെയാണോ കമ്മിറ്റി എന്നാണ് പറയുന്നത്. കമ്മിറ്റിക്കകത്ത് ഇപ്പം രണ്ട് പക്ഷമില്ല, ഒരു കമ്മിറ്റിയാണ് ഉണ്ടാകുന്നത്. ഭരണസമിതി യോഗങ്ങളിലൂടെയാണ് തീരുമാനം ഉണ്ടാകുന്നത്. നടപടിക്രമങ്ങൾ നിയമവും ചട്ടങ്ങളും പാലിച്ചിട്ട് തന്നെ ആയിരിക്കണം. യോഗസ്ഥലം ഇവിടെ നമുക്ക് ഇന്ന് ഇവിടെ ക്ലാസ് ഉണ്ട്. എല്ലാവരും എന്തായാലും ഇന്ന് രാവിലെ ഇവിടെ വരുന്നുണ്ട്. പഞ്ചായത്ത് പ്രസിഡന്റ് ഇന്ന് കമ്മിറ്റിക്ക് നോട്ടീസ് ഇടും. അനുഗ്രഹ റിട്രീറ്റ് സെന്ററിൽ ഇവിടെ നമ്മുടെ ഭരണസമിതി യോഗം എല്ലാ പ്രവർത്തനങ്ങളിലും ഇതൊക്കെ എവിടെയാണ്? ഗ്രാമസഭയാണോ? വാർഡിലാണോ? ക്രമങ്ങളാണ്. ഇവിടെ ഇരിക്കുന്ന ബഹുഭൂരിപക്ഷം പേരും പൊതുപ്രവർത്തനത്തിലൂടെയൊക്കെ രംഗത്ത് വന്നവരായിരിക്കാം. ഒരു കമ്മിറ്റി എങ്ങനെ കൂടുന്നത് എന്ന് പഠിപ്പിക്കേണ്ട കാര്യം ഉണ്ടോ? പഠിപ്പിക്കേണ്ട കാര്യമില്ല, എല്ലാവർക്കും തന്നെ അറിയാവുന്ന. പക്ഷേ നമ്മളുടെ ബൈബിൾ എന്ന് പറഞ്ഞാൽ എന്താ? പഞ്ചായത്ത് രാജ് ആക്ട്. നമ്മൾ കമ്മിറ്റി കൂടുമ്പോൾ എന്തനുസരിച്ചായിരിക്കണം? പഞ്ചായത്ത് രാജ് ആക്ടും ചട്ടവും അനുസരിച്ച് തന്നെ ആയിരിക്കണം നമ്മളുടെ പഞ്ചായത്ത് കമ്മിറ്റി. നമ്മുടെ ഭരണസമിതി യോഗത്തിലാണ് എല്ലാ പ്രവർത്തനങ്ങളുടെയും തുടക്കം എന്ന് പറയുന്നത്. നമ്മുടെ ഭരണസമിതി യോഗത്തിലാണ് ഭരണ നിർവഹണം നടക്കുന്നത്. ആ ഭരണസമിതി യോഗത്തിന്റെ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലാണ്. ആ പേരെയാണ് അയാൾക്ക് കിട്ടിയത്. അയാളുടെ ആപ്ലിക്കേഷൻ നിരസിച്ചു. നിരസിച്ച സംബന്ധിച്ച് എങ്ങനെ അറിയിപ്പ് കിട്ടിയത്? കേസ് മാർട്ടിൽ കൂടെ അതിനെ അറിയിപ്പ് കിട്ടി. അത് സംബന്ധിച്ച് കോടതിയിൽ അയാൾ കേസ് കൊടുത്തു. കേസ് കൊടുത്തതിനെ രേഖാമൂലം അറിയിച്ചിട്ടില്ല എന്നാണ് അദ്ദേഹത്തിന്റെ വാദം. കോടതി എങ്ങനെ തീർപ്പ് ലഭിച്ചത്? ഡിജിറ്റൽ അറിയിപ്പുകൾ, കേസ് മാർട്ട് മുഖേനയുള്ള അറിയിപ്പുകൾ ഔദ്യോഗിക അറിയിപ്പായി കണക്കാക്കാമെന്നാണ് ഹൈക്കോടതി ഉത്തരവ്. ആ അർത്ഥത്തിൽ നോക്കുവാണെങ്കിൽ വാട്സാപ്പിൽ നമുക്ക് നോട്ടീസ് അയച്ചു തന്നാലും അറിയിപ്പായി സ്വീകരിക്കാവുന്നതാണ്. ആ അർത്ഥത്തിൽ 95 കേരള പഞ്ചായത്ത് രാജ് യോഗ നടപടിക്രമം ചട്ടങ്ങളുണ്ട്. പ്രിയപ്പെട്ട ജനപ്രതിനിധികൾ ഇത് രണ്ടും നിർബന്ധമായി വായിച്ച് മനസ്സിലാക്കിയിരിക്കാൻ ശ്രദ്ധിക്കണം. ഇവിടെ ഒന്നും സംഭവിക്കത്തില്ല, ഒന്നും സംഭവിക്കത്തില്ല. ആക്ടിന് വിരുദ്ധമായോ വലതുവശം സിദ്ധാർത്ഥൻ ഈ ബുദ്ധമതവുമായി ബന്ധപ്പെട്ടൊരു നോവലാണ്. ജർമ്മൻകാരൻ എഴുതിയതാണ്. ലോക പ്രശസ്തമായ നോവലാണ്. വായിക്കുന്നത് അതിലൊരു കടത്തുകാരനാണ്. സിദ്ധാർത്ഥൻ എന്ന കുട്ടി ലോകത്തിലെ ഈ ആധ്യാത്മികതയെ അന്വേഷിച്ചുള്ള താൻ ആരാണെന്നുള്ള അന്വേഷണം ഒത്തിരി പേര് നടത്തിയിട്ടുണ്ട്. രൂപമായി അല്ലെ, ഞാൻ ആരാണെന്ന് കണ്ടുപിടിക്കാൻ നടന്നിട്ടുണ്ട്. അല്ലെ, അന്വേഷണത്തിന് സത്യം ദൈവത്തെ തിരിച്ചറിയാനുള്ള ഓട്ടത്തിലായിരിക്കാം ഈ അന്വേഷണത്തിന്റെ ഒരു. അപ്പോൾ ഇവിടെ നമ്മൾ ഈ സഭയിൽ പോയിട്ട് ഇവരുടെ ഈ എന്തൊക്കെ എങ്ങനെയാണ് ഒരു സഭ ഇപ്പോൾ നിങ്ങൾക്ക് സത്യം നിങ്ങളാരും കുറ്റപ്പെടുത്താനല്ല, പലപ്പോഴും ഈ ഗ്രാമസഭയിൽ ചർച്ച ചെയ്ത വിഷയങ്ങൾ എന്തൊക്കെയാണ്? നമുക്കിപ്പോൾ പെൻഷനുകളുണ്ട്, അല്ലെ, സാമൂഹ്യക്ഷേമ പെൻഷനുകളുണ്ട്. അത് ആർക്കാണ് അർഹത? ഇത് കണ്ടെത്തുന്നത് ആരാ? ഈ അതിദാരിദ്ര്യം ഇല്ലാതായെന്നൊരു പ്രഖ്യാപനം നടന്നു അല്ലെ. അതിദാരിദ്ര്യത്തിനെ ആണ്ടിൽ എത്ര പ്രാവശ്യം ഒരു ഗ്രാമസഭ കൂടണം? നീങ്ങുന്നില്ല, നിങ്ങൾക്ക് PPT കിട്ടും. എത്ര പ്രാവശ്യം കൂടണം? ആണ്ടില് ഒരു വർഷം 4 പ്രാവശ്യം അല്ലേ? 4 പ്രാവശ്യം. അതായത് 3 മാസത്തില് ഒരിക്കൽ തടിയിലിരുന്ന് ആ തീരത്തിരുന്ന് കേട്ട ആ തോണിക്കാരനാണ് ആ സിദ്ധാർത്ഥന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ വഴികാട്ടി. ഒന്നും വേണ്ടിയില്ല. 14ാം പദ്ധതിയുടെ അവസാന വർഷമാണ് ഇത്. 14ാം പദ്ധതിക്ക് വേണ്ടി തയ്യാറാക്കിയിരിക്കുന്ന മാർഗരേഖയുടെ ഉത്തരവാണ്. ആ
എവിടേക്ക് നമ്മൾ അയക്കും? നമ്മൾ DPC അയക്കും. DPC പോകാതെ കണ്ടുണ്ടല്ലോ. അപ്പോൾ DPC അയക്കും. അപ്പോൾ DPC അയക്കുന്നത് വാർഷിക പദ്ധതിയാണ് എന്ന് മനസ്സിലാക്കുക. ഒരു പഞ്ചായത്തിൻ്റെ ഒരു വർഷത്തെ വിവിധ ഫണ്ടുകളുടെ ആകത്തുക പദ്ധതികളിലേക്ക് സന്നിവേശിപ്പിച്ചിട്ട് ആ ഒരു പദ്ധതിയാണ്, വാർഷിക പദ്ധതിയാണ് നമ്മൾ DPCക്ക് സമർപ്പിക്കുന്നത്. അല്ലാതെ ഓരോരോ പദ്ധതികളായിട്ടല്ല സമർപ്പിക്കുന്നത്. അപ്പം വാർഷിക പദ്ധതി നിയമാനുസൃതമാണോ എന്ന് നോക്കിയിട്ട് DPC അനുമതി തരികയും ആ അനുമതി തന്നു കഴിയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? അത് നിർവഹണം നടത്തുവാൻ വേണ്ടി ഏൽപ്പിക്കുകയും ചെയ്യും. ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ 2-3 കാര്യങ്ങൾ ഉണ്ടാവണം. ഒന്ന്, സാമ്പത്തിക വികസനം അവിടെ ഉണ്ടാകണം. നമ്മുടെ ഈ ഒരു പദ്ധതി കൊണ്ട് നമുക്കെന്തുണ്ടാവണം? സാമ്പത്തിക വികസനം ഉണ്ടാകണം. അതുപോലെ സാമൂഹ്യ നീതി ഉണ്ടാകണം. അപ്പോൾ 2 കാര്യങ്ങൾ. ഒന്ന്, വികസന പ്രവർത്തനങ്ങൾ ഉണ്ടാകണം. വികസന പ്രവർത്തനങ്ങൾ ഉണ്ടാകുന്ന പോലെ തന്നെ വികസന പ്രവർത്തനങ്ങളോടൊപ്പം എന്തും ചെയ്യണം? സാമൂഹ്യ നീതി അവിടെ പ്രകടമാകണം. ഞാൻ പറഞ്ഞു മനസ്സിലായോ? ഒരു ഉദാഹരണം പറയാം. ഇപ്പം മെച്ചപ്പെട്ട റോഡിലൂടെ നടന്നു പോകുന്ന ഒരു വ്യക്തി, അപ്പോൾ നമ്മുടെ ഗ്രാമസഭകളിൽ ആവശ്യങ്ങളും ഉണ്ടാകും. ഈ എല്ലാ ആവശ്യങ്ങളും നമുക്ക് പരിഗണിക്കാൻ പറ്റുമോ? ഇല്ല. എന്തുകൊണ്ടാണ്? നമ്മുടെ പഞ്ചായത്തിന് ചുമതലപ്പെടുത്തിയ വിവരങ്ങളുണ്ട്. ഇനി 14 പഞ്ചവത്സര പദ്ധതിയുടെ പൊതു ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ് ഉപയോഗിക്കുന്നത്? അത് എന്താണ്? ഒന്ന്, സുസ്ഥിരമായ സാമ്പത്തിക വികസനം ഉണ്ടാകണം. എല്ലാവർക്കും സാമ്പത്തിക സ്വയം പര്യാപ്തതയിലേക്ക് മാറുന്നതുകൊണ്ടുമായിരിക്കണം നമ്മുടെ പദ്ധതിയെ ആകമാനം അവലോകനം ചെയ്യേണ്ടത്. അതുപോലെ വിജ്ഞാന സമൂഹ സൃഷ്ടി, പ്രകൃതി വിഭവ സംരക്ഷണം, അതിജീവനശേഷി വർദ്ധിപ്പിക്കൽ, അതിദാരിദ്ര്യ നിർമ്മാർജ്ജനം, മാലിന്യ നിർമ്മാർജ്ജനം. അപ്പോൾ നമ്മൾ വേറൊരു പദ്ധതി തയ്യാറാക്കുമ്പോൾ ഈ ചോദ്യം നമ്മുടെ മനസ്സിലുണ്ടാവണം. ഇത് മാലിന്യ നിർമ്മാർജ്ജനത്തിന് ഉതകുന്നതാണോ? ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിന് ഉതകുന്നതാണോ? ഇത് സാമ്പത്തിക വികസനത്തിന് ഉതകുന്നതാണോ? അപ്പോൾ എല്ലാ പദ്ധതികളുടെയും ആന്തരം എന്ന് പറഞ്ഞ ആശയം എന്ന് പറയുന്നത് ഇവയായിരിക്കണം. ഈ 3 ഉത്തരവുകൾ നിങ്ങളൊന്ന് വായിച്ചു നോക്കുക. നിങ്ങളുടെ പഞ്ചായത്തിൽ നിങ്ങൾക്ക് ലഭ്യമായിരിക്കും. നിങ്ങളുടെ പഞ്ചായത്തിൽ ലഭ്യമായിരിക്കും. അല്ലെങ്കിൽ ആരെങ്കിലും വ്യക്തിപരമായിട്ട് വേണമെങ്കിൽ അല്ലെങ്കിൽ 2022 നമ്മൾ സബ്സിഡികൾ കാര്യങ്ങൾ കൊടുക്കുമ്പോൾ ഓരോ വ്യക്തിക്കും, ഓരോ സമൂഹത്തിനും, ഓരോ ഗ്രൂപ്പിനും എത്രയൊക്കെ സബ്സിഡി കൊടുക്കണം, ആ സബ്സിഡിയുടെ മാനദണ്ഡങ്ങൾ എന്താണ്, അർഹത എന്താണെന്ന് പറയുന്ന ഗവൺമെൻറ് ഉത്തരവാണ് 115/22 പ്രകാരം എന്താകുന്നു? ജനങ്ങളുടെ ഇടയിൽ നിന്ന് ജനങ്ങൾ തന്നെ തീരുമാനിച്ച ഒരു പദ്ധതി ഉളവാക്കി കൊണ്ടുവരികയും അത് നിയമത്തിനും ചട്ടങ്ങൾക്കും അനുസൃതം രൂപപ്പെടുത്തുകയും ചെയ്യുകയാണ് ചെയ്യുന്നത്. മനസ്സിലായില്ലേ? ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മളെന്ന് പറയുന്നത് പദ്ധതി രൂപീകരണം എന്ന് പറയുന്നത്. മാത്രമേ ആശയവിനിമയം കംപ്ലീറ്റ് ആകും. എവിടെയാണ് മാറ്റം വരുത്തേണ്ടതെന്ന് അത് നിങ്ങൾക്ക് പറയാൻ പറ്റും. സോ പ്ലീസ് ചിന്തിക്കാൻ വേണ്ടിയാണ്. ഇനി മറ്റ് ബ്ലോക്കുകളുണ്ട്. അതുപോലെ തന്നെ ബ്ലോക്ക് മെമ്പർമാർക്ക്, ജില്ലാ പഞ്ചായത്ത് മെമ്പർമാർക്കുള്ള, മുനിസിപ്പാലിറ്റി മെമ്പർമാർക്കുള്ള ട്രെയിനിങ്ങുണ്ട്. അപ്പം ഞങ്ങൾ വിചാരിക്കുന്നത്, ഞാനിപ്പോൾ ക്ലാസ് എടുക്കുമ്പോൾ ഞാൻ വിചാരിക്കുന്നതാണ് വളരെ മനോഹരമായിട്ട് ഞാൻ എൻ്റെ മനസ്സിലുള്ളതല്ല നിങ്ങൾക്ക് തന്നതാണ്. പഞ്ചായത്തിൽ നിന്നാണ്. ഇപ്പം നമ്മൾ ആധുനിക സാങ്കേതിക വിദ്യയൊക്കെ വളരെ വികസിച്ചു വന്നിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നിൽക്കുന്നത്. അപ്പോഴും നമ്മൾ ഇതുപോലെ ഡയറക്റ്റ് ആയിട്ട് രാവിലെ തൊട്ട് വൈകുന്നേരം ഇതുപോലെ ക്ലാസ്സുകളൊക്കെ നമുക്ക് ആദ്യമായിട്ടാണെങ്കിൽ നമുക്കൊന്നും മനസ്സിലായില്ല. കുറച്ചൊക്കെ നമുക്ക് കുറെ കാര്യങ്ങൾ പക്ഷെ ഇപ്രാവശ്യം ഞങ്ങൾ സത്യം പറഞ്ഞാൽ ഞങ്ങൾ പറയുന്നത് ഉറക്കം പോലും വരുന്നില്ല. കാരണം നമുക്കത് മനസ്സിലാക്കി എടുക്കാനായിട്ട് അത് ക്ലാസ് നന്നായിട്ട് നല്ല രീതിയിൽ ക്ലാസ് എടുത്തു. ഒരുമാതിരി നന്നായിട്ട് ഞങ്ങൾക്ക് മനസ്സിലാക്കി എടുക്കാൻ പറ്റി. പിന്നെ ഈ നമ്മുടെ ഈ പദ്ധതി രൂപീകരണവുമായിട്ട് ബന്ധപ്പെട്ട് ഇച്ചിരൂടെ ഡീറ്റെയിൽ ആയിട്ടൊക്കെ ഒന്നുകൂടെ ഒന്ന് പറയണം. എല്ലാവരും ഡീറ്റെയിൽ ആയിട്ട്, അതായത് പദ്ധതി രൂപീകരണത്തിന്റെ ഓരോ സെക്ഷനിലേക്ക് എങ്ങനെയൊക്കെ ഫണ്ട് നമ്മൾ വിഹിതം നമ്മൾ വെക്കണം,